അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ശരിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റുമോ? ഇതും പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡൊണാൾഡ് ട്രംപിന് നേരെ ഇലക്ഷൻ സമയത്തും അതിനുശേഷവും തുടർച്ചയായിട്ടുള്ള വധശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുവാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടന്നത് വൈറ്റ് ഹൗസിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ആ ഓർഗനൈസേഷന്റെ വാർഷിക വിരുന്ന് എന്ന് പറയുന്നത് വലിയ വാർത്താ പ്രാധാന്യമുള്ളതാണ്. കാരണം അമേരിക്കയിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകരും സെലിബ്രിറ്റീസും ഒക്കെ പങ്കെടുക്കുന്ന, അമേരിക്കൻ പ്രസിഡന്റ് സാധാരണ രീതിയിൽ പങ്കെടുക്കുന്ന ഒരു അത്താഴ വിരുന്നാണ് ഇത്. ഈ പ്രാവശ്യം വൈറ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹിൽട്ടൺ ഹോട്ടലിലെ ബോൾ റൂമിൽ വെച്ചാണ് ഈ വിരുന്ന് സാധാരണ നിലയിൽ സംഘടിപ്പിക്കാറുള്ളത്. ഇവിടെ വെച്ചാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. ഈ ബോൾ റൂമിന്റെ പുറത്താണ് ഈ തോക്കുധാരിയായ മനുഷ്യൻ വെടിയുതിർക്കാൻ ശ്രമിച്ചത്. സീക്രട്ട് ഏജന്റ് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും ഒരു സീക്രട്ട് ഏജന്റിന്റെ നില വെടിയേൽക്കുകയും അത് ആശുപത്രിയിലാകുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ആക്രമിയെ പിടികൂടിയതായിട്ട് ഡൊണാൾഡ് ട്രംപും അതുപോലെ FBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30 വയസ്സുള്ള കാലിഫോർണിയയിൽ നിന്നുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനുള്ളിൽ വൈറ്റ് ഹൗസിലെ മീഡിയ റൂമിൽ വെച്ച് ഒരു പ്രസ് ബ്രീഫിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു. JD വാൻസും അതുപോലെ പ്രഥമ വനിത മെലനിയ ട്രംപും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ. തന്നെയല്ല, ആദ്യ റിപ്പോർട്ടുകളിൽ ഈ ആക്രമിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു വന്നിരുന്നത്. നമ്മൾ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് ഈ ആക്രമണകാരിയെ കൊലപ്പെടുത്തിയിട്ടില്ല, അത് പിടിയിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ ഉദ്ദേശവും അതിന്റെ കൂടുതൽ ഒരു വ്യക്തതയും വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ച് ട്രംപ് പങ്കെടുത്ത യോഗത്തിൽ വെടിവയ്പുണ്ടായി എന്നാണ് വിവരം. 1981 ഇതേ ഹോട്ടലിൽ വെച്ചാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗനെതിരെ വധശ്രമം ഉണ്ടായത്. അന്ന് റീഗന് കാര്യമായി പരിക്കേറ്റിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മാധ്യമപ്രതിനിധികളെ കാണും മീഡിയ ഹൗസിൽ വെച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.